മിറാഷ് ഒരു ജിത്തു ജോസഫ് ഫിലിം റിട്ടൺ ബൈ ജിത്തു ജോസഫ് ആൻഡ് ശ്രീനിവാസൻ അബ്രോൾ. കഥ അപർണ ആർ തരക്കാട്. അപ്പോൾ കോയമ്പത്തൂരാണ് ഈ സിനിമയുടെ ഒരു സെറ്റിങ് വരുന്നത്. പടത്തിൻ്റെ ഒരു മെജോറിറ്റി പാർട്ടും നടക്കുന്നത് കോയമ്പത്തൂർ തന്നെയാണ്. ക്യാരക്ടേഴ്സൊക്കെ ഒരുവിധം എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത്. അങ്ങനെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആസിഫ് അലി ചെയ്ത അശ്വിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആളൊരു യൂട്യൂബ് ചാനൽ പോലത്തെ ഒരു സംഗതി നടത്തുകയാണ്. ട്രൂ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ചാനൽ ആണ് ആൾ റൺ ചെയ്യുന്നത്. പിന്നെ അഭിരാമി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അപർണ ബാലമുരളി വരുന്നു. പുള്ളിക്കാരിയുടെ പേര് അല്ലെങ്കിൽ കപ്പിളായിട്ട് ആണ് കിരൺ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഹക്കീം ഷാ വന്നിട്ടുള്ളത്. ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് ഈ സാധനങ്ങൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെയും അവരുടെ ലൈഫ് കാര്യങ്ങളൊക്കെ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെന്ന് അപർണ ബാലമുരളിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കുറച്ച് സംഗതികളും പുള്ളിക്കാരിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഭിരാമി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ക്യാരക്ടേഴ്സൊക്കെ വരുന്നതും നടക്കുന്ന കുറച്ച് സംഗതികളൊക്കെയാണ് ഈ സിനിമ. അപ്പോൾ അങ്ങനെ പോകുന്ന ഈ ഒരു സിനിമയിൽ ഭയങ്കര പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ളൊരു നേച്ചറാണ് ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളതെന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. ഇൻവെസ്റ്റിഗേഷൻ മൂവി കാണാനിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മുടെ മൈൻഡ് ഓൾറെഡി ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡിലോട്ട് പോകും. അപ്പോൾ എന്താണ് ഈ സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം മുതൽ നമ്മൾ ഗസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യും. ആ സമയത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ച് സമയം സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ കുറച്ച് ഗസ് വർക്കുകൾ സംഗതികൾ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൈൻഡിലുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ സിനിമേൻ്റെ അകത്ത് സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിസപ്പോയിൻമെൻറ്റ് അതൊരു വലിയൊരു ഫാക്ടറാണ് ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നാറജി കോശി പുള്ളിക്കാരി ചെയ്ത ഋതിക എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിരാമിയുടെ സുഹൃത്തായിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. പുള്ളിക്കാരിയൊക്കെ തുടക്കം മുതലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുന്ന പോലെയും ആവശ്യമില്ലാണ്ട് പല കാര്യങ്ങളിലും കയറി സംസാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഈ ക്യാരക്ടറിനെ നമ്മൾ വിചാരിക്കും ഈ ആൾക്ക് ഇതിലെന്തോ കൈയുണ്ട് അല്ലെങ്കിൽ എന്തോ പങ്കുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ സിനിമയുടെ ഒരു പോയിന്റിൽ ഈ ആൾക്ക് ഇതിലൊരു ഇതുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിൽ നമുക്കൊരു പ്രഡിക്റ്റീവ് നേച്ചർ ഈ സിനിമ നമുക്ക് ആദ്യം മുതലേ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് നടക്കുക എന്നുള്ളൊരു സംഗതി നമുക്ക് ആദ്യം മുതലേ മനസ്സിലാവുന്നത് കാരണം അവസാനിക്കുമ്പോഴും പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻറ്റോ പ്രത്യേകിച്ച് ത്രില്ലുകളോ ഒന്നും തരാതെ നമ്മളെ ഇരുന്നോടത്തിരുന്ന് നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിലേക്ക് മാത്രമായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയി മാറിപ്പോയി ഈ സിനിമ എന്ന് എനിക്ക് പറയാം. പിന്നെ ഈ കഥ പറയാനെടുത്തൊരു സമയം ഭയങ്കരമായിട്ട് കൂടുതലാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതൊരു എക്സാമ്പിൾ മാത്രമാണ്. പിന്നെ അതുകൂടാതെ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഗുണ്ടയുടെ ക്യാരക്ടർ ചെയ്തിട്ട് ഒരാൾ വരുന്നുണ്ട്. ഞാനിതുവരെ കണ്ടതിൽ ഇത്രയും ഗതി പിടിക്കാത്തൊരു ഗുണ്ട കണ്ടിട്ടില്ല. തോക്കും കൊണ്ട് ഇങ്ങനെ നടക്കുക, പാവം വെടിവെക്കാൻ പറ്റുന്നില്ല. എത്ര തോക്കും കൊണ്ട് നടന്നിട്ടും സൈലൻസറൊക്കെ ഫിറ്റ് ചെയ്ത് പുള്ളി ഇങ്ങനെ നടക്കും, തലയ്ക്ക് കൊണ്ടുപോയി വെക്കും, വെടിവെക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ വെടിവെക്കുന്നില്ല, പിന്നെ വന്നിട്ട് വെടിവെച്ചോളാം എന്നാണ് പുള്ളി ഇതിലൊരു പകുതി മുക്കാൽ സീനുകളിലും പുള്ളി വന്ന് പോയിട്ട് പറയുന്നത്. പിന്നെ ഈ സിനിമയുടെ അകത്ത് സമ്പത്ത് രാജ്, ദീപക് പറമ്പോൾ, പിന്നെ ബിഗ് ബോസിലെ അർജുൻ ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ടെക്നിക്കൽ സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ളവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു സ്ഥിരം ജിത്തു ജോസഫ് പടങ്ങളിലെ പോലെ തന്നെ ക്യാമറ പരിപാടികൾ സംഗതികൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ടുള്ളൂ. പിന്നെ മ്യൂസിക്കിൻ്റെ സൈഡിലായാലും നേരും പിന്നെ ദൃശ്യത്തു നിന്നൊക്കെ കുറേ വെട്ടിയിട്ട പോലെയാണ് ഫീൽ ചെയ്തത്. മിസ്റ്ററി ത്രില്ലർ ജോൺറയിൽ വന്ന ഈ ഒരു സിനിമ 2.5 മണിക്കൂർ എൻഡ്യൂർ ചെയ്ത് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സംശയം തോന്നി, എന്താവാം ഇതിന് കാരണം എന്നുള്ളത്. അപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. 2007 ഡിറ്റക്റ്റീവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജിത്തു ജോസഫ് യൂസ് ചെയ്തൊരു നരേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് പേസ് തന്നെയാണോ മിറാഷിലേക്ക് വന്നപ്പോഴും യൂസ് ചെയ്തതെന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം ഒട്ടും എൻഗേജിങ് അല്ല സിനിമ. ഒന്നുകൂടെ പാക്ഡ് ആക്കി ഒരു 2 മണിക്കൂറിലോട്ട് ഈ സിനിമ ഒതുക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അങ്ങനെ ത്രില്ലർ സിനിമകളിലും ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലൊക്കെ അഗ്രഗണ്യനാണെന്ന് ആളുകൾ പറയുന്ന ജിത്തു ജോസഫിൻ്റെ ഫിൽമോഗ്രഫിയിൽ മിറാഷ് കുറച്ച് താഴെയായിട്ട് തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിരാശ സമ്മാനിച്ച മറ്റൊരു വെള്ളിയാഴ്ച പടമായിട്ട് ജിത്തു ജോസഫിൻ്റെ മിറാഷ് മാറി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.